അടുത്ത വാർത്തയിലേക്ക്. പ്രവാസി കൊട്ടേഷൻ വിദേശത്ത് നിന്ന്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതി വിദേശത്താണ്. കൊട്ടേഷൻ സംഘത്തലവനായ ഇയാൾ കൊടും ക്രിമിനലാണെന്ന് പോലീസ് പറയുന്നു. ഇയാൾ വിദേശത്തിരുന്നാണ് കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. ഇയാളെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിക്കാൻ നിയമ നടപടി ആരംഭിച്ചു. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോകാൻ 2 സംഘങ്ങൾക്കായിട്ടാണ് ഇയാൾ കൊട്ടേഷൻ നൽകിയതെന്ന് പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ട്. മാവൂരിൽ നിന്ന് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. 2025 ഡിസംബർ 6 മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ ഒരു സംഘം തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. ഷഹദ് റഹ്മാൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷഹദ്, 70 കോടി രൂപയാണ് ഈ തട്ടിക്കൊണ്ടുപോയിട്ട് മോചന ദ്രവ്യമായി ആവശ്യപ്പെട്ടത്. 20 പേർ ഇതിനകം പിടിയിലായി. പക്ഷേ പ്രധാന പ്രതി ഇപ്പോഴും വിദേശത്തിരിക്കുകയാണ്. ഇയാൾക്ക് എങ്ങനെയാണ് ഇതിനു മുൻപാണെങ്കിൽ പോലും വിദേശത്തേക്ക് ഇങ്ങനെ കടന്നു കളയാൻ സാധിച്ചു? കാരണം ഇയാൾ ഒരു കൊടും ക്രിമിനൽ ആണല്ലോ. അതോടൊപ്പം അവിടെ ഇരുന്നു കൊണ്ട് ഇത്തരം വലിയൊരു കൊട്ടേഷൻ പരിപാടിയൊക്കെ അയാൾക്ക് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇയാളെ എപ്പോഴത്തേക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും ഷഹദ്? ഷിഹാസ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത് അല്ലെങ്കിൽ ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളൊക്കെ തന്നെ ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് അത് വിദേശത്തിരുന്നാണ് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഇയാൾ വിദേശത്തിരുന്നു കൊണ്ടാണ് ഇവിടെയുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 സംഘങ്ങൾക്കാണ് ഇയാൾ കൊട്ടേഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് തട്ടിക്കൊണ്ടുവരാനും മറ്റൊന്ന് ഇയാളെ പാർപ്പിക്കാനും വേണ്ടി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പാളിച്ച ഇവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു. കാരണം ഇവർ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു. അതിനിടയിൽ ഇയാൾ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ഈ തട്ടിക്കൊണ്ടുപോകൽ പൂർണ്ണമായിട്ടും പാളുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏകദേശം 70 കോടി രൂപയ്ക്കാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ള വിവരം അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത്, അതായത് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ 2025 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഡിസംബർ 6 അന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഏകദേശം 17ഓളം പ്രതികളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ചില പ്രതികളെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ ഒളിവിലായിരുന്നു. അങ്ങനെ ആ ഒളിവിൽ കഴിഞ്ഞ ഏതാനും പ്രതികളെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാവൂരിൽ നിന്നും പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അവർ ഒളിവിൽ താമസിക്കുന്നതിനിടയിലാണ് പോലീസ് ഇവർ താമസിക്കുന്ന സ്ഥലം മനസ്സിലാക്കുകയും ഇവരെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. എന്നാൽ ഇവർ തോക്ക് ചൂണ്ടുകയും ഒപ്പം തന്നെ പടക്കമെറിഞ്ഞും ഈ പോലീസുകാരെ തുരത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ അതിസാഹസികമായി സിനിമാ സ്റ്റൈലിലാണ് അന്വേഷണ സംഘം ഈ കൊട്ടേഷൻ സംഘത്തെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ നിന്നും ഒരാൾ അന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. 4 പേരെ പിടികൂടി. 5ാമത്തെ ആൾ അന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ആൾക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കൊട്ടേഷൻ തലവൻ, അതായത് ഇതെല്ലാം തന്നെ ഏകോപിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച ആൾ എന്ന് പറയുന്ന കൊട്ടേഷൻ സംഘത്തിന്റെ തലവൻ കൊടും ക്രിമിനലാണ്. ഇയാൾ വിദേശത്തിരുന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചത് എന്നുള്ള നിർണായകമായിട്ടുള്ള മൊഴി അത് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ആ വിവരം ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള ഒരു പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടു പോയ പ്രതിയാണ്. മറ്റൊന്ന് ഈ കേസിലെ മുഖ്യപ്രതിയും ഒപ്പം തന്നെ മുഖ്യ സൂത്രധാരനും ഈ കൊട്ടേഷൻ ഏകോപിപ്പിക്കുകയും ചെയ്ത വിദേശത്തുള്ള ആളാണ്. അങ്ങനെ 2 പേരെ കൂടി ഇനി ഈ കേസിൽ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി ഷഹദ, 2 പേരിലേക്ക് കൂടി എത്രയും വേഗം അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയും. അവരെയും പിടികൂടുമെന്ന് തന്നെ നമുക്ക്